ാണ് തിരുവനന്തപുരത്ത് ചായ കുടിച്ചു നിന്ന യുവാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസ്. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. പൂവാർ സ്റ്റേഷനിലെ പോലീസുകാർക്ക് എതിരെ പരാതിയുമായി യുവാവ് രംഗത്ത് വന്നു. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അല്ല അവരെന്തിനാണ് അടിക്കണേ? എന്തിനാ അടിച്ചേ? അല്ല അവരെന്തിനാ അടിച്ചേ? അല്ല വല്ല കാര്യമുണ്ടോ? ചുമ്മാ ഇരിക്കണേന് കുഴപ്പമുണ്ടോ അവിടെ? ഇല്ല. വീഡിയോ എടുത്ത് എന്റെ പൊന്നു ഇത് ഒന്നും ചെയ്തില്ല. ചുമ്മാ ഇന്ന് സ്കൂളിലാണ് സംസാരിച്ചോണ്ടിരുന്നത്. ആ ചേട്ടൻ മുട്ടിയാ കാലിൽ ഓടിച്ചല്ലോ. എനിക്ക് മുട്ടി. ശരി, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കേരളത്തിൽ ചായ കുടിക്കുന്നത് ഒരു തെറ്റായി മാറിയോ? എന്താണ് കേരള പോലീസിന് ഇത്ര അങ്ങ് പ്രകോപിതരാവാൻ കാരണം? സ്വയബോധം നഷ്ടമായി തുടങ്ങിയോ? വെറുതെ നിന്നൊരു ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ അടിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. എന്താണ് വിവരങ്ങൾ വിനീഷ്? പോലീസിന്റെ ഗുണ്ടായിസമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്, ഒരു യുവാവ് ചായ കുടിച്ച് മടങ്ങുന്നതിനിടയിൽ, ഒരു ചായക്കടയിലെത്തി ചായ കുടിച്ച് മടങ്ങുന്നതിനിടയിലാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടക്കുന്നത്. ആ ചായ കുടിച്ച ഗ്ലാസുകൾ പോലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മടങ്ങുന്ന സമയത്ത് പോലീസ് എത്തുന്നു, ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു, അതിക്രൂരമായി ഈ യുവാക്കളെ മർദ്ദിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് യുവാക്കൾ തിരക്കുമ്പോൾ പോലും പോലീസ് മറുപടി പറയാൻ തയ്യാറാകാതെ വലിയ തോതിൽ ഈ യുവാക്കളെ മർദ്ദിക്കുകയാണ്. ലാത്തി കൊണ്ട് വളരെ ക്രൂരമായി തന്നെ കുറുക്കിലും കയ്യിലും കാലിലുമൊക്കെ അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാകുന്നുണ്ട്. പൂവാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ യുവാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന പൂവാർ പോലീസ് സ്റ്റേഷനിലെ യുവാക്കളാണ് ഇത്തരത്തിൽ അതിക്രമം കാട്ടിയത് എന്നാണ് പരാതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടും നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്കെതിരെയാണ് പോലീസിന്റെ അതിക്രൂരമായ ഈ ഒരു മർദ്ദനം. ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പോലീസ് അതിക്രൂരമായി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പോലീസ് മർദ്ദിച്ചത് എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പോലീസ് മറുപടി പറയാതെ വീണ്ടും മർദ്ദിക്കുന്നു. ഒപ്പം യുവാവ് ബൈക്കുമായി മുന്നോട്ട് പോകാൻ നീങ്ങുന്ന സമയത്ത് ആ ഹെൽമെറ്റ് പോലും വലിച്ച് താഴേക്ക് എറിയുന്നത് പോലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് യുവാക്കൾക്ക് നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥിക്ക് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ാണ് കാര്യങ്ങൾ. കേരളത്തിൽ ചായ കുടിക്കുന്നതും ഒരു പ്രശ്നമായി കേരള പോലീസ് കണക്കാക്കുകയാണോ എന്നതാണ് സംശയം. തിരുവനന്തപുരത്താണ് ചായ കുടിച്ചു നിന്ന യുവാവിനെ അകാരണമായി കേരള പോലീസ് മർദ്ദിച്ചത്. ഈ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി